ജസ്റ്റ് റിമെമ്പർ ദാറ്റ് എന്നൊക്കെ വിളിച്ചിരുന്ന സുരേഷ് ഗോപി എന്ന MP ടോട്ടൽ ലോസ് ആയിപ്പോയല്ലോ എന്ന് വിലപിക്കുന്നത് തൃശ്ശൂരിലെ BJP-ക്കാർ തന്നെയാണ്. സുരേഷ് ഗോപിയെ ജയിപ്പിച്ച ആ ക്രൈസ്തവ വോട്ട് പരീക്ഷണവും തദ്ദേശത്തിൽ പാളിപ്പോയതിന്റെ അങ്കലാപ്പിലാണ് ഇപ്പോൾ BJP. സുരേഷ് ഗോപി വിരുദ്ധ തരംഗവും തിരിച്ചടിയായി എന്നത് അതിനേക്കാളേറെ ഞെട്ടലാണ് BJP കേന്ദ്രങ്ങൾക്ക് തൃശ്ശൂരിൽ സമ്മാനിച്ചിരിക്കുന്നത്. ആകെ മൊത്തം ടോട്ടൽ ഒരു റിമംബറൻസേ ഇല്ലാത്ത അവസ്ഥ. ഒരു കൊല്ലമായില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് തൃശ്ശൂരിലെ ജാതിമത സമവാക്യങ്ങൾ സുരേഷ് ഗോപിയെ ജയിപ്പിച്ച് പാർലമെന്റിലേക്ക് വിട്ടുകഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP പയറ്റി വിജയിച്ച ക്രിസ്ത്യൻ വോട്ട് നേടാനുള്ള തന്ത്രങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 8 നിലയിൽ പൊട്ടിയെന്നാണ് BJP-യുടെ വിലയിരുത്തൽ. തൃശ്ശൂരിൽ സുരേഷ് ഗോപി വിരുദ്ധ തരംഗവും തിരിച്ചടിയായെന്ന വിലയിരുത്തലുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലും വിജയിക്കുകയാണെങ്കിൽ നിയമസഭയിലും ഇതേ തന്ത്രം പയറ്റാനായിരുന്നു BJP-യുടെ അണിയർ നീക്കം. ചുളുവിന് കുറെ വോട്ടങ്ങ് വന്നേനെ, പക്ഷേ നടന്നില്ല. സുരേഷ് ഗോപിയാകട്ടെ തൃശ്ശൂരിലെ വീട് വിറ്റ് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോവുകയും ചെയ്തു. തൃശ്ശൂർ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വൻ വിജയം കണ്ടുമോഹിച്ച് അതുപോലൊരു വിജയത്തിനായി ക്രിസ്ത്യൻ വോട്ടുകൾ കണ്ണുവെച്ചുകൊണ്ടുള്ള തന്ത്രങ്ങളാണ് ഇത്തവണയും BJP പയറ്റിയത്. പക്ഷേ പണി പാളിപ്പോയി. ഇതിനായി തൃശ്ശൂർ ഉൾപ്പെടെ പള്ളികളുടെ സഹായത്തോടെ സ്ഥാനാർത്ഥികളെ നിർത്തുകയും ചെയ്തു. പക്ഷെ ഫലം വന്നപ്പോൾ ആ ഡിവിഷനുകളിൽ NDA മുന്നണി സ്ഥാനാർത്ഥികൾക്ക് 3ാമതും 4ാമതും ഒക്കെ ചെന്നെത്തേണ്ടി വന്നു. ക്രൈസ്തവ വോട്ടുകൾ ഏറെക്കുറെ മുഴുവനും UDF-ലേക്ക് എത്തി. പരമ്പരാഗതമായി അങ്ങനെയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അവരുടെ സ്ഥാനാർത്ഥികൾക്ക് വൻ ഭൂരിപക്ഷത്തോട് ജയിക്കാനായി. ഇത് ഞെട്ടലോടെയാണ് BJP കേന്ദ്രങ്ങൾ കണ്ടത്. കൃഷ്ണപുരം, മിഷൻ കോട്ടേഴ്സ്, ചേലക്കാട്ടുകര, നെട്ടിശ്ശേരി ഡിവിഷനുകളാണ് NDA-ക്ക് ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി തിരിച്ചടി കിട്ടിയത്. ഇവിടങ്ങളിൽ ജയിക്കുമെന്ന് മുന്നണി അമിത പ്രതീക്ഷയിലായിരുന്നു. തൃശ്ശൂർ MP സുരേഷ് ഗോപിയുടെ പല പ്രവൃത്തികളും പാർട്ടി വോട്ടുകൾ ഉൾപ്പെടെ അകറ്റി മാറ്റിയെന്ന വിലയിരുത്തലും BJP-ക്കുള്ളിൽ ഇപ്പോഴുണ്ട്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കുന്ന ജനപ്രതിനിധി എന്ന രീതിയിലല്ല, ഒരു മാടമ്പി മനോഭാവത്തോടെ സുരേഷ് ഗോപി ഇപ്പോഴും പെരുമാറുന്നത് എന്ന് തുടക്കം മുതൽ തന്നെ ആരോപണം ഉയർന്നു. പല പ്രസ്താവനകളും പാർട്ടിക്ക് കനത്ത തിരിച്ചു നൽകുന്നതായിരുന്നു. കേന്ദ്രമന്ത്രിയെ കോമാളി ലുക്കിലാണ് ജനം കണക്കാക്കുന്നത്. പലതവണ പ്രവർത്തകർ ഇത് മുന്നറിയിപ്പ് നൽകി നേതൃത്വത്തെ അറിയിച്ചു. കേന്ദ്ര നേതാക്കളുമായി അടുത്ത ബന്ധം പുലർത്തുന്നതിനാൽ സുരേഷ് ഗോപിയെ പറഞ്ഞു വിലക്കാൻ പോലും ഇവിടെ നട്ടലുള്ള ആരും BJP സംസ്ഥാന ഘടകത്തിൽ ഇല്ല എന്നതാണ് സത്യം. തലസ്ഥാനത്തെ കോർപ്പറേഷനിൽ BJP-ക്ക് നേട്ടമുണ്ടാക്കാനായെങ്കിലും അവിടെയും ക്രിസ്ത്യൻ പരീക്ഷണം അമ്പേ പാളിപ്പോയി. തലസ്ഥാനത്ത് നാലാഞ്ചിറ, പാളയം, പൗണ്ട് കടവ് മേഖലകളിൽ നടത്തിയ പരീക്ഷണം കനത്ത രീതിയിൽ പരാജയപ്പെട്ടു. NDA സ്ഥാനാർത്ഥികൾ വോട്ട് കുറഞ്ഞ ഗതികേടായി. PC ജോർജിന്റെ സ്വാധീന മേഖലയിൽ മാത്രമാണ് ക്രൈസ്തവ വോട്ടുകൾ BJP-യിലേക്ക് എത്തിയത്. എന്നാൽ ഇതിന് നാമമാത്രമായ പഞ്ചായത്തുകളിൽ മാത്രമായി ഒതുങ്ങുകയും ചെയ്തു. തൃശ്ശൂർ ഉൾപ്പെടെ ചില നേതാക്കൾ പ്രചരണ രംഗത്ത് കാര്യക്ഷമമായിരുന്നില്ല. എന്തായാലും ചിലർ പേരിന് വേണ്ടി രംഗത്തിറങ്ങിയെന്നും ചിലർ നേതൃപരമായ പ്രവർത്തനം നടത്തിയിട്ടില്ല എന്നുമൊക്കെ ഇപ്പോൾ തൃശ്ശൂരിലെ അണികളുടെ ഓരോ മണ്ഡലം തിരിച്ചുള്ള റിപ്പോർട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇപ്പോഴത്തെ പ്രശ്നങ്ങൾ എങ്ങനെ തരണം ചെയ്യണം എന്നതിനെക്കുറിച്ച് പാർട്ടി കേന്ദ്രങ്ങൾ തിരക്കിട്ട രീതിയിൽ ചർച്ച തുടങ്ങിയെന്ന് തോന്നുന്നു. ചില തദ്ദേശ സ്ഥാപനങ്ങളിൽ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞെങ്കിലും ശരിക്കും രാഷ്ട്രീയ പോരാട്ടം നടക്കുന്ന ജില്ലാ പഞ്ചായത്തുകളിൽ പാർട്ടിക്ക് കാര്യമായ നേട്ടമുണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സംസ്ഥാന ഘടകവും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടി അടിത്തറ ഇപ്പോഴും ശക്തമല്ല എന്നതാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം. പിന്നെ BJP-ക്കുള്ള ഗ്രൂപ്പ് വഴക്ക്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇത്തവണ തൃശ്ശൂരിലടക്കം ക്രൈസ്തവ വോട്ടുകളെ ഭിന്നിപ്പിക്കാൻ BJP നടത്തിയ ശ്രമം അത് പാളി. ക്രൈസ്തവ വോട്ടുകൾ ചെന്ന് ഏകീകരിച്ചത് LDF-ലല്ല, UDF-ലേക്കാണ്. അത് UDF-ന് 2026-ലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വലിയ പ്രതീക്ഷകളാണ് നൽകുന്നതെന്ന് നോക്കണം.